നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന 1905 സ്ക്വയർ ഫീറ്റോട് കൂടിയ 3 ബെഡ്റൂം വീട് തിരുവല്ലയിലാണ് ഈ സൈറ്റ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എസ്റ്റിമേറ്റ് ഇത്രയും പണിത് വന്നപ്പോൾ എത്ര രൂപയായി? ഇപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്ററിങ് ഉൾപ്പെടെ കംപ്ലീറ്റ് ആയി, അതിൻ്റെ വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലെവൽ വരെ ചെയ്തു വന്നപ്പോഴത്തേക്ക് നമുക്ക് എത്ര ബഡ്ജറ്റായി? പിന്നെ അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, എന്തൊക്കെ രീതിയിലുള്ള മെറ്റീരിയൽസ് വെച്ചാണ് വീട് പണിതിരിക്കുന്നത്, അതേപോലെ ഇവിടെ വന്നിട്ടുള്ള മറ്റ് രീതിയിലുള്ള പ്രശ്നങ്ങൾ, നമുക്ക് പണി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് ഒരു വീട് പണിയാൻ പോകുന്നവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം ഇതിൻ്റെ തുടക്കം സിറ്റ് ഔട്ട് തൊട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ, ഇതിപ്പോൾ കയറി വരുമ്പം ഇതൊരു സിറ്റ് ഔട്ടാണ്, നീളത്തിൽ ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. ഇപ്പോൾ ഇങ്ങനൊരു ബീമൊക്കെ കൊടുത്തിട്ട് മൊത്തത്തിൽ ഓപ്പണായിട്ടാണ് ഈ സിറ്റ് ഔട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവരുടെ ഒരു ആവശ്യപ്രകാരം ഇതൊരു ഓഫീസ് റൂം കം വീടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനോട് സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഇതൊരു ഓഫീസ് സ്പേസ് ആണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു റൂമാണ്, ഒരു 8x8 സൈസിലുള്ള ഒരു ചെറിയൊരു റൂമാണ് ഓഫീസ് സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഡോറ് നമ്മൾ അകത്തൂടെ ഉണ്ട്. ഈ ലിവിങ്ങിലേക്ക് വരുമ്പം ഈ ലിവിങ്ങിൽ നിന്നും ഇതിനൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ അകത്തോട്ട് കയറാം. പുറത്തുനിന്ന് വരുന്നവർക്ക് കയറാനായിട്ട് അവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടോട്ട് കയറി വരുമ്പോൾ ഇതൊരു ലെങ്തി ആയിട്ടൊരു ലിവിങ് സ്പേസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, മേളിൽ നമുക്ക് ഇതിൻ്റെ റൂമിൻ്റെ ഓറിയൻറ്റേഷനൊക്കെ സെപ്പറേറ്റ് വേറെയാണ്. താഴത്തെ റൂമിന് നേരെ ഈക്വലായിട്ടല്ല മേളിലെ റൂമുകൾ വന്നിരിക്കുന്നത്. കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് ഇതിൻ്റെ പ്ലാനിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് ഇവിടെ ഒരു സപ്പോർട്ടിനായിട്ടൊരു പില്ലറിൻ്റെ ആവശ്യം വന്നത്. അപ്പോൾ ഇവിടെ ബീമുകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ബീമുകളെല്ലാം കുറച്ച് ഈ മേളിൽ കാണുന്ന ബീമുകൾക്കനുസരിച്ചാണ് മേളിലത്തെ റൂമുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമായിട്ട് എക്സ്ട്രാ ആയിട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇത് ഇൻറ്റീരിയറിൻ്റെ പാർട്ടായിട്ട് ചെയ്യുമ്പോൾ ഇത് നമ്മൾ കുറച്ച് ഭംഗിയാക്കി എടുക്കും, ഈ പില്ലർ അധികം പ്രശ്നങ്ങൾ വരാത്ത രീതിയിൽ. അപ്പോൾ ഇതൊരു ലിവിങ് സ്പേസ് ആണ്. ലിവിങ് സ്പേസിൽ നിന്ന് നേരെ ഇവിടെ ഒരു ഡൈനിങ് സ്പേസ്, ഇവിടെ സ്റ്റെയർ റൂം കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് കയറാനായിട്ടുള്ള സ്റ്റെയർ കേസ് ഡബിൾ ഹൈറ്റായിട്ട് ഇവിടെ സ്റ്റെയർ റൂം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഇവിടെ ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ, ജസ്റ്റ് ഇതിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുള്ളൂ. ഇവിടെ ഒരു കോർട്ട്യാർഡ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ആണ്. അപ്പോൾ ഈ ഫുള്ളായിട്ടുള്ളൊരു വിൻഡോസ് ആണ്, ഒരു UPVCയുടെ ഫുൾ വിൻഡോ ഓപ്പണിങ്സ് കൊടുക്കാനായിട്ടാണ് ഇവിടെ സ്പേസ് ഇട്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ള ഡോർസ് ആൻഡ് വിൻഡോസ് സ്റ്റീലിൽ കൊടുക്കാനാണ്. ഇപ്പോൾ വിൻഡോസ് എല്ലാം നമ്മൾ സ്റ്റീലിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ വെച്ച് പണിത് തന്നെയാണ് പോകുന്നത്. 3 പാളി വിൻഡോ, ഇവിടെ ഒരു 3 പാളി വിൻഡോ, ഇതെല്ലാം സ്റ്റീൽ തന്നെയാണ്, ഇതിൻ്റെ ഷട്ടറും ഫ്രെയിമും എല്ലാം. ഇപ്പോൾ ഡോർസ് വരികയാണെങ്കിൽ നമ്മളിപ്പം ഡോർസ് ലാസ്റ്റ് ടൈലിംഗ് ഉൾപ്പെടെയുള്ള പണികൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് സ്റ്റീൽ ഡോറുകൾ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്പേസ് വേക്കൻ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇത് ലാസ്റ്റ് ഫൈനലിലായിരിക്കും സ്റ്റീൽ ഡോറുകൾ. ഇപ്പോൾ ഫ്രണ്ട് ഡോർ ആണെങ്കിലും സ്റ്റീൽ ഡോറാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ലാസ്റ്റിലാണ് ഫിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റാണ്. അപ്പോൾ ഇത് ഈ ഡൈനിങ്ങിനോട് ചേർന്നാണ് ഇവിടെ ഒരു ചെറിയൊരു പൗഡർ റൂം പോലെ ചെറിയൊരു ടോയ്ലറ്റ് ഉണ്ട്. അത് അത്യാവശ്യം കാര്യങ്ങൾ, ഒരു ക്ലോസറ്റും ഒരു ടാപ്പും മാത്രമുള്ള ഒരു സ്പേസാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനിയും ഈ ലിവിങ്ങിൽ നിന്ന് നേരെ വരുമ്പം ഈ സ്റ്റെയർ റൂം, ഡൈനിങ്ങിൽ നിന്ന് ഇവിടുന്ന് ഒരു സ്റ്റെയർ റൂമിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഇതൊരു ബെഡ്റൂമാണ്. ഇവിടേക്ക് വരുമ്പം ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റഡി റൂം പോലെ ഒരു സ്റ്റഡി സ്പേസിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്പേസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 പാളിയുടെ ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അതും സ്റ്റീൽ വിൻഡോ തന്നെയാണ്. അതിനോട് ചേർന്ന് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് ഡബ്രീസൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് നേരെ ഇങ്ങോട്ട് വരുന്നത് ഇത് കിച്ചണാണ്. കിച്ചൺ ചെറിയൊരു കിച്ചണാണ്. അപ്പോൾ ഇവിടെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടേ ഉള്ളൂ. ഇവിടുന്ന് വരുമ്പോൾ ഇത് ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ്. ഇവിടെ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസാണ്. ഇത് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഡോറാണ്. ഇവിടെ പുറകോട്ട് കുറച്ച് സ്ഥലമുണ്ട് നമുക്ക് പുറത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അവിടെ ഒരു സ്പേസ്, ഒരു വർക്ക് ഏരിയ പോലെയൊക്കെ രണ്ടാമത് സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് മുകളിലേക്കുള്ള കാര്യങ്ങൾ നോക്കിയാൽ, ഈ സ്റ്റെയർ കേസ് നേരെ കയറി വരുന്ന ഇവിടെ ഒരു വലിയ സ്പേസ് ആയിട്ട് ലിവിങ് ഏരിയ ഇല്ല. ഇത് നമ്മളൊരു ഡബിൾ ഹൈറ്റ് ലിവിങ്ങിൽ വരുന്ന രീതിയിലായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്പേസ് കുറവാണ്. ജസ്റ്റ് ഒരു പാസേജ് പോലെയാണ്. അപ്പോൾ ഇവിടുത്തെ നേരെ ഇങ്ങോട്ട് വരുമ്പം താഴത്തെ ബെഡ്റൂമിൻ്റെ സെയിം തന്നെയാണ് ഇവിടെ ഒരു ബെഡ്റൂം, കന്നിമൂലയ്ക്ക് വരുന്ന ബെഡ്റൂമാണ്. ഇവിടെ ഈ താഴെ നമ്മൾ കണ്ട പോലെ തന്നെ ആ വലിപ്പത്തിൽ തന്നെ ഉള്ളൊരു ബെഡ്റൂമാണ്. അതുപോലെ ഇവിടെ ഒരു സ്റ്റഡി സ്പേസിന് വേണ്ടി എൽ ഷേപ്പിലൊരു സ്പേസ് എടുത്തിട്ടുണ്ട്. അവിടെ ഒരു സിംഗിൾ പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തോട്ടത് ഇവിടെ ഒരു ചെറിയൊരു ടെറസുണ്ട്. താഴത്തെ കിച്ചണിൻ്റെ സെയിം ഏരിയ തന്നെയാണ് ഇവിടെ ടെറസായിട്ട് വന്നിരിക്കുന്നത്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് ഇവിടെ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാസേജ് വഴി നേരെ വരുമ്പം ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് വീണ്ടും ഒരു ചെറിയൊരു ബെഡ്റൂമുണ്ട്. ഒരു ഗസ്റ്റ് ബെഡ്റൂം പോലെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. താഴത്തെ ലിവിങ് സ്പേസ് വരുന്ന, ഡൈനിങ് സ്പേസ് വരുന്നിടത്താണ് ഈ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ താഴത്തേൻ്റെ സെയിം അല്ല മേളിൽ വരുന്നത്. ഇപ്പോൾ ഒരു സെപ്പറേറ്റ് ബീമുകളൊക്കെ കൊടുത്തിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു
റൂം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വന്നത്. താഴത്തേൻ്റെ സെയിം ലെവലിലല്ല മേളി. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് വീണ്ടും വരുമ്പോൾ ഇവിടെ ഒരു വേറൊരു ബെഡ്റൂമും കൂടെ ഉണ്ട്. ഇത് ഫ്രണ്ടിൽ നമ്മൾ ലിവിങ് സ്പേസ് വരുന്നിടത്താണ് ഈ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു റൂം തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം 4 ബെഡ്റൂമാണ്. മുകളിൽ 3, താഴെ 1, അങ്ങനെ 4 ബെഡ്റൂം പ്ലസ് ഒരു ഓഫീസ് റൂമും കൂടെ വരുന്നുണ്ട്. അത്രയും സ്പേസാണ് നമുക്ക് ഈ ഒരു വീട്ടിലുള്ളത്. ഇവിടുന്ന് പുറത്തോട്ട് ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് പോലെ ഇവിടെ ഒരു ടെറസ് ഏരിയ ഉണ്ട് ഫ്രണ്ട് ഭാഗത്താണ്. ഇത് നമ്മുടെ ഫ്രണ്ടിലെ സിറ്റ് ഔട്ട് വരുന്ന ഭാഗവും ഇതിൻ്റെ ബാക്കി ഏരിയയും കൂടെ ചേർത്താണ് ഇവിടെ ഒരു ടെറസ് ഏരിയ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പുറത്തോട്ടുള്ള വ്യൂവും ഫ്രണ്ടിൽ നിന്നുള്ള റോഡിൻ്റെ വ്യൂ ഒക്കെ നമുക്കിവിടെ കിട്ടും. പിന്നെ ഇവിടെ വേറെ എടുത്തു പറയത്തക്ക വേറൊരു കാര്യം എന്ന് പറഞ്ഞത്, ഇവിടെ എലിവേഷൻ്റെ ഭംഗിക്ക് വേണ്ടി ഇവിടെ ഒരു പൈപ്പ് കൊണ്ട് നമ്മളിങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് 4 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. ഇതൊരു 4 ഇഞ്ച് വീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് വോളിനുള്ളിൽ പ്ലേസ് ചെയ്ത്, ഇതിനകത്ത് വോളുണ്ട്. ഇതിന് ഫ്രണ്ടിൽ ഒരു ഷോ വോൾ പോലെ ചെയ്തിട്ട് ഇതിനുള്ളിൽ ഈ പൈപ്പ് വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ആ ഒരു 3D എലിവേഷൻ്റെ ഭംഗി ആ 3Dയിൽ നമ്മൾ ചെയ്തപ്പോൾ ഇത് ഈ രീതിയിലുള്ളൊരു എലിവേഷനാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ അത് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ മാത്രം ഇവിടെ നമുക്ക് ഒരു 60 സെൻറ്റിമീറ്റർ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ഷോ വോളുണ്ട്. അതുകൊണ്ട് ഇവിടെ അകത്തോട്ട് വോളില്ല, ഇത് ഓപ്പണാണ്. ഇത് പുറത്തേക്ക് 2 സൈഡിൽ നിന്ന് ഓപ്പണായിട്ടാണ് ഇവിടെ പൈപ്പ് കൊടുത്തിരിക്കുന്നത്. അതേ സെയിം എലിവേഷൻ തന്നെ ഈ ഫ്രണ്ട് ഫേസിലും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഫേസിൽ ഇതേപോലെ പൈപ്പ് കൊടുത്തിട്ട് ആ എലിവേഷൻ്റെ ഭംഗിക്ക് വേണ്ടി ആ സെയിം ഡിസൈൻ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേളിലെ പാരപ്പറ്റിൻ്റെ ഡിസൈന് ഡബിൾ ഹൈറ്റായിട്ട് അവിടെ പാരപ്പറ്റ് കൊടുത്തിട്ട് അതിൽ ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് ഈ വീടിൻ്റെ എലിവേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ വീടിൻ്റെ റൂമുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ മൊത്തത്തിൽ കണ്ട് മനസ്സിലാക്കി. ഇപ്പോൾ ഇവിടുത്തെ ടോട്ടൽ നമുക്ക് എസ്റ്റിമേറ്റ് വന്നത്, നമ്മൾ ആദ്യം പറഞ്ഞു എസ്റ്റിമേറ്റിൻ്റെ കാര്യം പറയാമെന്നുള്ളത്, ടോട്ടൽ സ്ക്വയർ ഫീറ്റിന് 1250 രൂപ വെച്ചിട്ട് നമുക്കിവിടെ ടോട്ടൽ എസ്റ്റിമേറ്റായി. അതായത് 1905 സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് 1250 രൂപ വെച്ച് കൂട്ടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 24 ലക്ഷം രൂപയോളം ഇതിൻ്റെ സ്ട്രക്ചർ മാത്രമായി. നമുക്കതിനകത്ത് മെയിനായിട്ട് കോസ്റ്റ് അല്പം കൂടുതലായിട്ട് വന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് കോളം ഫുട്ടിങ് രീതിയിലാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തത്. കോളം ഫുട്ടിങ് രീതിയിൽ ചെയ്തിട്ട് താഴേന്ന് കോളംസ് വന്നിട്ട് പ്ലിന്ത് ബീം അടിച്ച് ചെയ്തു. അതിന് മുകളിലേക്ക് നമ്മൾ സിമെൻറ്റ് ബ്രിക്കിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ മൊത്തം ചെയ്തിരിക്കുന്നത്. പിന്നെ കോളംസ് എക്സ്ട്രാ നമുക്ക് മുകളിൽ വരെയും 4 കോർണറിലുള്ളത്, പിന്നെ അതുപോലെ സിറ്റ് ഔട്ടിൻ്റേത്, പിന്നെ നമ്മൾ താഴെ പറഞ്ഞു ഈ എക്സ്ട്രാ ഈ താഴത്തെ റൂമും മുകളിലത്തെ റൂമും തമ്മിൽ പ്ലാനിൽ വ്യത്യാസമുണ്ട്. ആ സെയിം സാധാരണ നമ്മളൊരു വീട് പണിയുമ്പം താഴത്തെ ബെഡ്റൂമിൻ്റെ നേരെ മുകളിൽ തന്നെയാണ് മുകളിലത്തെ ബെഡ്റൂം വരുന്നത്. താഴത്തെ ടോയ്ലറ്റ് എവിടെയാണ് വരുന്നത് അതിൻ്റെ സെയിം ആയിരിക്കും മുകളിൽ ടോയ്ലറ്റ് വരുന്നത്. കിച്ചണോ അല്ലെങ്കിൽ ലിവിങ് ഏരിയ അങ്ങനെയുള്ള സ്പേസൊക്കെ ആയിരിക്കും മുകളിൽ ടെറസായിട്ട് വരുന്നത്. ഇപ്പോൾ ബെഡ്റൂം ഈക്വലി മുകളിൽ തന്നെയാണ് റൂം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോസ്റ്റ് കുറവായിരിക്കും അത് ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് താഴത്തെ റൂമുമായിട്ട് മുകളിലത്തെ റൂം വ്യത്യാസമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. അപ്പോൾ അതിന് നമുക്ക് അഡീഷണൽ ബീമുകളും കോളംസും ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താനും മുകളിൽ ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ ഭാഗമൊക്കെ ആണെങ്കിലും നമുക്ക് ലിവിങ് റൂമിൻ്റെ ഡൈനിങ്ങിൻ്റെ ഒക്കെ ഭാഗത്തായിട്ടാണ് കുറച്ച് 2 ടോയ്ലറ്റ് വന്നത്. ഇനി നമ്മളത് സീലിംഗ് ജിപ്സം സീലിംഗ് ഒക്കെ ചെയ്തിട്ട് അത് കവർ ചെയ്തെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ എക്സ്ട്രാ കോസ്റ്റ് നമുക്ക് വന്നു. പില്ലറുകളും ബീമുകളും അഡീഷണലായിട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതൊരു നമ്മുടെ ബഡ്ജറ്റ് കൂട്ടുന്നൊരു പ്രധാന ഘടകം തന്നെയാണ്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞത് ഈ പ്ലോട്ട് ഒരു സ്ലോപ്പായിട്ടുള്ളൊരു പ്ലോട്ടാണ്. നമ്മൾ പുറകുവശത്ത് അല്പം ഹൈറ്റ് കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മണ്ണ് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ട് വന്നു. മണ്ണ് ഇപ്പം റോഡുമായിട്ട് ഒരുപാട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലെവലിൽ അതിൻ്റെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റോഡുമായിട്ട് ഒരുപാട് പൊങ്ങി വരും വീട്. അപ്പോൾ നമുക്ക് മിറ്റം ഇവിടെ ഒരു 15 അടി 20 അടിക്ക് താഴെയുള്ളൂ മിറ്റം നമുക്ക് വരുന്നത് ഈ സിറ്റ് ഔട്ടിൽ നിന്ന് റോഡ് വരെ. അപ്പോൾ ഒരുപാട് വീട് പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കയറ്റാനോ അല്ലെങ്കിൽ ഗേറ്റ് തുറക്കാനോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ലോപ്പായിട്ടാണ് ഇവിടെ മുറ്റം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മണ്ണ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വീട് അല്പം താഴ്ത്തി അതിൻ്റെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് മുറ്റം അത്യാവശ്യം സ്ലോപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. വെള്ളം പുറത്തേക്ക് ഒഴുകി പോകാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഈ പ്ലോട്ടിൻ്റെ സെറ്റ് ബാക്ക് കുറവാണ്. 2 സൈഡ് ഫ്രണ്ടിലും ബാക്കിലുമാണ് അത്യാവശ്യം സ്ഥലമുള്ളത്. സൈഡുകളിൽ സ്പേസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ സെപ്റ്റിക് ടാങ്കോ മറ്റ് സോക്ക് പിറ്റുകളോ വേസ്റ്റ് പിറ്റോ ഒക്കെ ചെയ്യാനൊക്കെ പ്രാക്ടിക്കലി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം നിലവിൽ നമ്മളിതിൻ്റെ വീടിൻ്റെ സ്ട്രക്ചർ വർക്ക് മൊത്തത്തിലേ കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ വിൻഡോസ് പിടിപ്പിച്ചു. വിൻഡോസിൻ്റെ ഫ്രെയിമും ഷട്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പിന്നെ ഗ്ലാസ് മാത്രം ഇടാനുണ്ട്. ബാക്കി വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. വൈറ്റ് സിമെൻറ്റ് അടിച്ചു. അതുവരെയുള്ള ടോട്ടൽ എസ്റ്റിമേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു വീട് വെക്കാൻ പോകുന്നവരെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു 1905 സ്ക്വയർ ഫീറ്റിന് ഇത്രയും രൂപ ആയി എന്ന് പറയുമ്പോൾ അത് ഡിപ്പെൻസ് വ്യത്യാസം വരാം. ഇപ്പം കുറച്ചും കൂടെ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുമ്പം അതിനനുസരിച്ച് വ്യത്യാസം വരും. പിന്നെ ഇത് നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു മൊത്തം 4 ബെഡ്റൂമുണ്ട്. അപ്പോൾ ഈ 4 ബെഡ്റൂം എന്ന് പറയുമ്പോൾ നമുക്ക് വോളിൻ്റെ ലെങ്ത് കൂടുതലാണ്. നമുക്കിവിടെ വരുന്ന ബ്രിക്കിൻ്റെ എണ്ണം അതുപോലെ പ്ലാസ്റ്ററിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും വരുന്നത്. ഇപ്പോൾ ഈ ഒരു 1905 സ്ക്വയർ ഫീറ്റ് നമ്മളൊരു 3 ബെഡ്റൂമേ ചെയ്യുന്നുള്ളെങ്കിൽ
അത്രയും വോളിൻ്റെ ഏരിയ നമുക്ക് കുറവ്. അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽസ് കുറവായിരിക്കും വരുന്നത്. ഇപ്പോൾ റൂമിൻ്റെ എണ്ണം കൂടുമ്പോഴും ടോയ്ലറ്റിൻ്റെ എണ്ണം കൂടുമ്പോഴും ഇതിനെല്ലാം നമ്മൾ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്, ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ടോയ്ലറ്റിൻ്റെ എണ്ണവും ബെഡ്റൂമിൻ്റെ എണ്ണവും പിന്നെ ഈ ഓഫീസ് സ്പേസ് ഉണ്ട്. അത്രയും ഏരിയ നമുക്ക് മെറ്റീരിയൽസിൻ്റെയും ഇതിൻ്റെയും വ്യത്യാസമാണ് വരുന്നത് സാധാരണ ചെയ്യുന്നതുമായിട്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിനകത്ത് കോസ്റ്റ് കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു വീട് വെക്കാൻ പോകുമ്പോഴേ നമുക്ക് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചാണ്, ഒരു ക്ലയൻറ്റിൻ്റെ ആവശ്യം അനുസരിച്ചാണ് നമ്മളതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിസൈനിങ് നമ്മളല്ല ചെയ്തത്, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മാത്രമാണ് നമ്മൾ ചെയ്തത്. ഡിസൈൻ വേറെ ഒരു ആർക്കിടെക്റ്റാണ് ചെയ്തത്. അപ്പം അവരുടെ ഒരു ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരമാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ നമുക്കൊരു ഈ മിനിമം പ്ലോട്ട് ഏരിയയിൽ മാക്സിമം ബെഡ്റൂം ഉള്ളൊരു വീട് വേണം, ഇപ്പോൾ ഒരു 4 ബെഡ്റൂം വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ റൂമിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് മേളിലും കൂടെ അത് 3 ബെഡ്റൂം സെറ്റ് ചെയ്തെടുത്തത്. ഇപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മളിപ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ ഇപ്പോൾ താഴത്തെ ബെഡ്റൂമിൻ്റെ നേരെ മേളിൽ ബെഡ്റൂം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ 2-3 ബെഡ്റൂമിനകത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ആവശ്യമാണ്. ഇപ്പോൾ ഒരാൾ പറഞ്ഞ് ഇപ്പോൾ നമുക്ക് മാക്സിമം ബെഡ്റൂം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ റൂമുകൾ സൈസുകൾ മാറ്റി താഴത്തെ ഫ്ലോറിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ കൺസീൽഡ് ബീമോ അല്ലെങ്കിൽ അല്ലാതുള്ള ബീമുകളോ കോളംസോ ഒക്കെ കൊടുത്തിട്ട് മേളിൽ അത് ആ റൂമുകളാക്കി എടുക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് ടോയ്ലറ്റിൻ്റെയൊക്കെ ഭാഗം വരുമ്പോൾ അത് സങ്കൺ സ്ലാബായിട്ടാണ് ചെയ്യേണ്ടത്. അതായത് ഫ്ലോർ ലെവലിൽ നിന്ന് അല്പം താഴ്ത്തി ഒരു 30 സെൻറ്റിമീറ്റർ താഴ്ത്തിയാണ് അതിൻ്റെ സ്ലാബ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പൈപ്പ് ലൈനോ കാര്യങ്ങളോ ഒക്കെ ടോയ്ലറ്റിനകത്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് താഴത്തെ റൂമിൽ വരുമ്പം ആ സ്ലാബ് താഴ്ന്നു നിൽക്കും. ഇപ്പോൾ ലിവിങ് റൂമിലോ വേറൊരു റൂമിലോ ആണെങ്കിൽ മുകളിലത്തെ ടോയ്ലറ്റ് മാറി വരുന്നുണ്ടെങ്കിൽ ആ ഭാഗം സ്ലാബ് താഴ്ന്നു നിൽക്കും, താഴെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ജിപ്സം സീലിംഗ് എന്തെങ്കിലും വെച്ചത് കവർ ചെയ്യേണ്ടതായിട്ട് വരും. ആ ഫ്ലോർ അല്ലെങ്കിൽ നമുക്ക് സാധാരണ രീതി ചെയ്യുവാണെങ്കിൽ എല്ലാം ഒറ്റ ലെവലിൽ തന്നെയാണ് അതിൻ്റെ സീലിംഗ് വരുന്നത്. അപ്പോൾ ആ ഒരു വൃത്തികേട് വരത്തില്ല. അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മൾ സീലിംഗ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ നമുക്ക് കോസ്റ്റ് കൂടുന്ന കാര്യമാണ്. പക്ഷേങ്കിൽ ഈ റൂമുകൾ നമ്മുടെ ആവശ്യമനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി കൂടുതൽ റൂമുകൾ വേണ്ടി വരികയോ അല്ലെങ്കിൽ ടോയ്ലറ്റ് അഡീഷണൽ ആയിട്ട് വേണ്ടി വരികയോ ചെയ്യുമ്പോൾ ഉള്ള സ്ഥലത്തിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അതൊരു വരച്ച ആ ഡിസൈനിങ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ അതിൻ്റെ മാറ്റങ്ങൾ വന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ താഴത്തെ റൂമിൻ്റെ മേളിൽ മാറ്റി ചെയ്തു. അപ്പോൾ അത് ചെയ്യാൻ പറ്റും, ചെയ്യണമെങ്കിൽ ചെയ്യാനും. അങ്ങനെ പ്രശ്നങ്ങൾ വേണ്ടാത്ത അങ്ങനെ ആവശ്യമില്ലാത്തവർക്ക് അത് മാക്സിമം റൂമുകളുടെ എണ്ണം കുറച്ച് താഴത്തെ റൂമിൻ്റെ സെയിം തന്നെ മേളിൽ ചെയ്തെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ അതൊരു ഡിസൈനിൻ്റെ പാർട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതനുസരിച്ച് കോസ്റ്റ് കൂടുകയും ചെയ്യും. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ അതിനകത്ത് എക്സ്ട്രാ ബീമും പില്ലറും ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഡിസൈനിങ് തൊട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഡിസൈനിങ് കൺസ്ട്രക്ഷൻ എല്ലാം നമ്മൾ നേരിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള 2D 3D ഡ്രോയിങ്സുകളോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതിൻ്റെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ നേരിട്ട് വർക്കുകൾ എടുത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ഡിസ്ട്രിക്റ്റെല്ലാം നമ്മൾ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടിൻ്റെ ഫുള്ളായിട്ടുള്ള സ്ട്രക്ചറൽ ഡീറ്റെയിൽസും അതിൻ്റെ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ നമ്മൾ ആദ്യം പറഞ്ഞു. ഡോർസ്, വിൻഡോസ് എല്ലാം നമ്മൾ സ്റ്റീലാണ്. ഇതിൻ്റെ ബ്രിക്ക് ചെയ്തത് സിമെൻറ്റ് ബ്രിക്കാണ്. അതുപോലെ ഫൗണ്ടേഷനും എല്ലാം ചെയ്തിരിക്കുന്നത് കോളം ഫുട്ടിങ് രീതിയിലുള്ള ഫൗണ്ടേഷനാണ്. അപ്പം ഈ പ്ലാസ്റ്റിങ് വരുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ടൈലിങ്, പെയിൻറ്റിങ്, പ്ലംബിങ്, ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ ഇനിയും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു 1-2 മാസത്തിനകം കംപ്ലീറ്റ് ചെയ്ത് ഒക്ടോബറിലാണ് ഇതിൻ്റെ ഹാൻഡിങ് ഓവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീട് വെക്കാൻ പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലൊന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും മറ്റു വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.